OB as an interdisciplinary approach. First one, psychology. Psychology is the study of human behavior which tries to identify the characteristics of individuals and provide an understanding why an individual behaves in a particular way. This is thus provides with useful insight into areas such as human motivation, perpetual process, or personality characteristics. Second one, sociology. Sociology is the study of social behavior, relationship among social groups and societies, and maintenance of social order. The main focus of attention is on the social system. This helps us to appropriate the functioning of individuals within the organization, which is essentially a socio-technical entity. Next, socio-psychology. Social psychology is the study of human behavior in the context of social situations. This essentially addresses the problem of understanding the typical behavior pattern to be expected from an individual when he takes part in a group. OB ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസിപ്ലിൻസ് എല്ലാം കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് OB എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഈ ഡിസിപ്ലിൻസ് ആണ് OBയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് സൈക്കോളജി ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷനും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ OB എന്ന് പറയുന്നത് ഒരു സൈക്കോളജി ഇൻവോൾവ് ആണ്. സൈക്കോളജി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ OB ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ എങ്ങനെ, അതായത് ഈ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ എംപ്ലോയിയും ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ടൈമിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് OB അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വരുന്ന സമയത്ത് എന്താണ് ആ ഇൻഡിവിജ്വൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാനേജർ അത് എങ്ങനെയെല്ലാം സോൾവ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി ബിഹേവിയറിൻ്റെ പാർട്ടായിട്ടാണ് OBയിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ആന്ത്രോപോളജി. Anthropology is the science of mankind and the study of human behavior as a whole. The main focus of attention is on the cultural system, belief, customs, ideas, and values within a group or society and comparison of behavior among different cultures. In the context of today's organizational scenario, it is very important to appropriate the differences that exist among people coming from different cultural background, as people are often found to work with others from other sides of the globe. അപ്പോൾ OB ആന്ത്രോപോളജി ആണെന്ന് പറയുന്നുണ്ട്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരുമിച്ചിട്ടുള്ള, അതായത് മൊത്തത്തിലുള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ആന്ത്രോപോളജി സ്റ്റഡി ചെയ്യുന്നത്.
അപ്പോൾ ഈ OB എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന എംപ്ലോയീസാണ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ഇവർക്ക് പല കൾച്ചറായിരിക്കാം, പല വിശ്വാസങ്ങളായിരിക്കാം, വാല്യൂസ്, ഐഡിയാസ്, ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ OBയിൽ ഈ ഓരോ ബിഹേവിയറും മനസ്സിലാക്കുക എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. കാരണം ഡിഫറെൻറ്റ് എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ മേർജ് ചെയ്ത് MNCs ഒക്കെയാണുള്ളത്. അപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ ഡിഫറെൻറ്റ് അതായത് വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ബിഹേവിയർ മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി കൂടി OBയിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എക്കണോമിക്സ്. An organization to survive and sustain must be aware of the economic viability of their effort. This applies even to the non-profit and voluntary associations as well. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് എത്രത്തോളമാണ് എക്കണോമിക് വയബിലിറ്റി ഉണ്ടാവുന്നതെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ സയൻസ്. Although frequently overlooked, the contribution of political scientists are significant to understand arrangement in organization. It studies individuals and groups in specific conditions concerning the power dynamics. Important topics under here include structuring of conflict, allocation of power, and how people manipulate power for individuals' self-interest. പൊളിറ്റിക്കൽ സയൻസോടെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓർഗനൈസേഷനുള്ളിലുള്ള പൊളിറ്റിക്സ് ആണ് പറയുന്നത്. അതായത് കണ്ടീഷൻ എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ പവറൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റി എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ സ്ട്രക്ചർ കിട്ടുമ്പോൾ ഈ പവർ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ പവർ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി OBയിൽ നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് OB. എന്തിനാണ് നമ്മൾ ഈ OB പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൺട്രോളിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ബിഹേവിയർ. After understanding the mechanism of human behavior, managers are required to control and direct the behavior so that it conforms to the standards required for achieving the organizational objectives. Thus, managers are required to control and direct behavior at all levels of individual interaction. Therefore, organizational behavior helps managers in controlling and directing in different areas such as use of power and sanction, leadership, communication, and building organizational climate favorable for better interaction. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇൻസ്പയർ കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യാൻ, ഇതെല്ലാം നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവരതിനനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ അവരെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് എന്ത് സ്റ്റാൻഡേർഡാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, എവിടെയാണ് ഡീവിയേഷൻ വന്നിട്ടുള്ളത് എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് കറക്റ്റ് ആക്ഷൻസ് എടുക്കാനും OB നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, use of power and sanction. The behaviors can be controlled and directed by the use of power and sanction, which are formally defined by the organization. Power is referred as capacity of an individual to take certain action and may be utilized in many ways. Organizational behavior explains how various means of power and sanctions can be utilized so that both organizational and individual objectives are achieved simultaneously. അതായത് പവർ
എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റൈറ്റ് ആണ്, അല്ലെങ്കിൽ പവർ ഈസ് കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ടേക്ക് സർട്ടൻ ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ അധികാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വലും ഇത് യൂസ് ചെയ്തിട്ട്, പവറൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഓർഗനൈസേഷൻ്റെയും ഇൻഡിവിജ്വലിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ലീഡർഷിപ്പ്. തേർഡ് പോയിന്റ് ആണ് ലീഡർഷിപ്പ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ബ്രിങ്സ് new insights and understanding to the practice and theory of leadership. It defines various leadership styles available to manager and analyzes which style is more appropriate in a given situation. Thus, managers can adopt styles keeping view various dimensions of organizations, individuals and situations. അതായത് നല്ല പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ സഹായിക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്യാരക്ടർ ബിഹേവിയറൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവരുടെ അടുത്ത് ഏത് സ്റ്റൈലിലുള്ള ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്യണം. അതായത് ഇവരെടുത്ത് ഓട്ടോക്രാറ്റിക് ആയിട്ട് നിൽക്കണോ, ഡെമോക്രാറ്റിക് ആയിട്ട് നിൽക്കണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം വർക്കേഴ്സിന് കൊടുക്കണോ. ഇങ്ങനെയുള്ള എല്ലാ ഡിസിഷനും എടുക്കാൻ നമുക്ക് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ കഴിയും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. The communication must be effective. The communication process and its work in interpersonal dynamics have been evaluated by organizational behavior. ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാവുക അവിടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നാലേ ഉള്ളൂ. വർക്കേഴ്സും മാനേജേഴ്സും തമ്മിലും വർക്കേഴ്സും തമ്മിലും അങ്ങനെയുള്ള എല്ലാ ലെവലിലും ഉള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ഡയനാമിക്സ് ഫോം ചെയ്യുള്ളൂ, ഗ്രൂപ്പ് ഡയനാമിക്സ് ഒക്കെ ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് OB നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. Organizational climate refers to the total organizational situation affecting human behavior. Organizational climate takes a system perspective that affect human behavior. Besides improving the satisfactory working conditions and adequate compensation, organizational climates include creation of an atmosphere of effective supervision, opportunity for realization of personal goal, congenial relations with others at workplace, and a sense of accomplishment. Organizational behavior അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആ ഓർഗനൈസേഷനിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഉണ്ടാവുക, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ നന്നായി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ ആ വർക്കേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കണം, ഇപ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷൻസൊക്കെ ആഡിക്വേറ്റ് ആണോ, ഇനി നല്ല സൂപ്പർവിഷൻ വേണോ, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണോ എക്സിസ്റ്റിംഗ് സൂപ്പർവിഷനിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇനി അവരുടെ പേഴ്സണൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഈ ഓർഗനൈസേഷനിൽ വന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ട് അവരുടെ പേഴ്സണൽ ഗോളുകളും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ OB ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ അഡാപ്ഷൻ. ഓർഗനൈസേഷൻസ് ആസ് ഡൈനാമിക് എൻറ്റിറ്റീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ pervasive changes. Organizations have also to adapt themselves to the environmental changes by making suitable international arrangements, such as convincing employees who normally have tendencies to resisting
എനി ചേഞ്ചസ്. നമുക്ക് ഇവിടെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോബി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും എംപ്ലോയീസിനൊക്കെ ഈ മാറ്റങ്ങൾ വരുന്നുള്ള സമയത്ത്, ഓർഗനൈസേഷണൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയൊക്കെയാണ് കൺവിൻസ് ചെയ്തിട്ട് ഈ ഇതിനെ കൊണ്ടുണ്ടാവുന്ന ന്യൂ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോബി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.